വേദിയിലും എൻ്റെ മുമ്പിലും ഇരിക്കുന്ന സാഹിത്യപ്രേമികളെ, അപർണ എന്നോട് ഈ വിവരം പറഞ്ഞപ്പം 1 മണിക്കൂർ തന്നു. ഇപ്പം ഞാൻ വിചാരിച്ചു 2 പുസ്തകം വേണം, ഒരെണ്ണം മാത്രം പോലെ. ഉണ്ണി അതെന്ത് ചെയ്തു, അത് 45 മിനിറ്റായി. പ്രിയപ്പെട്ട സെബാസ്റ്റ്യൻ അത് 30 മിനിറ്റാക്കും. നിങ്ങളത് 25 ആക്കുമോ എന്നൊരു സംശയത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇല്ല, കാരണം എനിക്ക് പറയാനുള്ളതിൻ്റെ നല്ലൊരു ഭാഗം ഇവിടെ 2 പേര് പറഞ്ഞു കഴിഞ്ഞു. അപ്പം അത് ഈ പുസ്തകത്തിൻ്റെ വെളിച്ചത്തിൽ ഞാനൊന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് മാത്രം. ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷി, ശ്രീ MDയുടെ മഞ്ഞൻ. ഇത് 2 കൂടെ ഒന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു. ഇതിലൊക്കെ കാണുന്നത് സ്ത്രീ അല്ലെങ്കിൽ സ്ത്രീകളുടെ സംഘർഷം, മാനസികമായ ഒരു സംഘർഷം. അതിൽ നിന്നും ഇത് വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ രക്ഷപ്പെടാം, അതാണ് എൻ്റെ ചിന്ത. കാരണം ഞാൻ ദിവസവും ഇത്തരം പ്രശ്നങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു. മനസ്സെന്ന് പറയുന്നത് നമ്മുടെ സൈക്യാട്രിസ്റ്റ്, സൈക്കോളജിസ്റ്റ് ഡോക്ടർ ആനന്ദം പറഞ്ഞത് ഇതൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം മനസ്സെന്ന് പറയുന്നത് എന്താണെന്ന് എനിക്കറിയാമെങ്കിൽ എനിക്കതിനെ നിയന്ത്രിക്കാനുള്ള കഴിവ് സമ്പാദിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ചെറുപ്പകാലത്ത് എൻ്റെ അച്ഛൻ നല്ല ഒരു പുസ്തക കളക്ഷൻ ഉണ്ടായിരുന്നു, ഒരു 1000-ൽ കൂടുതൽ പുസ്തക കളക്ഷൻ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം എന്നെ പ്രസംഗിക്കാൻ പഠിപ്പിക്കുകയും അതുപോലെ വായിക്കാൻ പഠിപ്പിക്കുകയൊക്കെ ചെയ്തപ്പോൾ നമ്മൾ ബയോഗ്രഫീസ്, അന്നൊക്കെ നെഹ്റുവിൻ്റെ ജീവചരിത്രം, ഡിസ്കവറി ഓഫ് ഇന്ത്യ, അതൊക്കെയാണ് ആദ്യം. മാതൃഭൂമി ആഴ്ചപ്പതിപ്പോൾ അതെനിക്കൊരു പ്രത്യേക കാരണം ഉണ്ടായിരുന്നു. എൻ്റെ ഒരു കസിൻ പ്രതാപേന്ദ്രൻ്റെ ബംഗാളി നോവലിൻ്റെ ട്രാൻസ്ലേഷൻ. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ പ്രായം നമുക്കൊക്കെ അറിയാം, നമ്മുടെ പ്രായം ഒരു കൗമാരത്തിലേക്കൊക്കെ കിടക്കുമ്പോൾ ഇതൊക്കെ അങ്ങോട്ട് മാറിയിട്ട് ഉമ്മാച്ചുവിൻ്റെ പ്രണയവും ഉറൂബിൻ്റെ മറ്റ് കഥകളും MDയുടെ കഥകളിലും ഒക്കെ അങ്ങ് മാറി നമ്മൾ. അതും കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മനോരമ ആഴ്ചപ്പോൾ മേശയുടെ അടിയിൽ വെച്ച് വായിക്കുക, കുങ്കുമം വായിക്കുക. ഞാനൊരു സാധാരണ സ്ത്രീയാണ്, വലിയ ചിന്തയൊന്നുമില്ല. അങ്ങനെയൊക്കെ വന്ന് പിന്നെ ഫിലോസോഫിക്കലായിട്ടും സൈക്കോളജിക്കലായിട്ടുമുള്ള എന്ത് കണ്ടാലും വായിക്കും. ഇപ്പം നമ്മൾ വെല്ലൂര് PM മാത്യുവിൻ്റെ കാര്യം പറഞ്ഞു. അന്ന് ഞാനൊക്കെ പഠിക്കുമ്പം അദ്ദേഹം തന്നെ ഉണ്ടാക്കിയ ഈ എഴുത്തൊക്കെ അദ്ദേഹത്തിന് ചെല്ലുന്നൊന്നുമല്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹം ചോദ്യവും തന്നെത്താനുണ്ടാക്കി ഒരു ഈ മാഗസീൻ ചിലവാക്കാൻ വേണ്ടി. അതൊക്കെ ഞാൻ അദ്ദേഹത്തിന്, പിന്നെ പാരാസൈക്കോളജി പ്രൊഫസർ, എൻ്റെ പ്രൊഫസറും കൂടാണ്. അങ്ങനെയൊക്കെ ഞാൻ പഠിച്ചു. ഇവിടെ വന്നു ഞാൻ സൈക്കോളജി 30 വർഷം പഠിപ്പിച്ചു. പിന്നെ എല്ലാം കൂടെ ഒരു 10-45 വർഷമായിട്ട് ഒരു യൂണിറ്റ്, ഒരു ബോധി എന്ന് പറഞ്ഞ ഒരു സെൻറ്റർ നടത്തുകയാണ്. പെൻഷൻ പറ്റിയതിന് ശേഷം ബോർഡ് വെച്ചത് കേട്ടോ. ഇപ്പം ഇവരൊക്കെ ചെന്ന് കൊടുത്തിട്ടേ UGC പഠിച്ചപ്പോഴേ വെച്ചിരുന്നോ, ഇനി റിവൈവ് ചെയ്യുകയാണല്ലോ ഇപ്പോഴത്തെ ജോലി. അങ്ങനെയൊന്നുമല്ല, അങ്ങനെയൊക്കെ വെച്ചു. അപ്പോൾ എൻ്റെ അഭിപ്രായം, ഈ മലയാള സാഹിത്യമായാലും ഇവിടെ ഇംഗ്ലീഷ് പ്രൊഫസറും ഒക്കെ ഇരിക്കുന്നു, ഇവരുടെയൊക്കെ കാഴ്ചപ്പാടിൽ നമുക്ക് ഒരു കാര്യമുണ്ട്. എന്താണ്? ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ലേ? നിങ്ങളൊക്കെ എപ്പോഴും പറയുന്നതാണ്. എനിക്ക് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഉണ്ണിയോട് സംസാരിച്ചാലും സെബാസ്റ്റ്യനോട് സംസാരിച്ചാലും ഇവരാരോട് സംസാരിച്ചാലും സംസാരിക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടുന്നു എന്ന് എനിക്കൊരു പ്രാധാന്യം തന്നെയാണ്. എനിക്കെന്തുകൊണ്ട് ഫൈനാൻഷ്യൽ അല്ല. ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മളെല്ലാം അവിടെ ഇരുന്ന് സംസാരിച്ചു, അവിടെയൊക്കെ കൂടെ എനിക്ക് ഒരുപാട് ഐഡിയാസ് കിട്ടി. അതെങ്ങനെ എന്നെ കാണാൻ വരുന്ന ആളുകൾക്ക് പ്രയോജനപ്പെടുത്തി കൊടുക്കാൻ സാധിക്കും, ഇതാണ് എൻ്റെ ചിന്ത. ഞാൻ എഴുതിയ കുറച്ച് ബുക്കൊന്നും പറയാൻ പറ്റില്ല, കുറച്ച് ബുക്കുകളൊക്കെ കുത്തിക്കുറിച്ചതിനകത്തൊക്കെ അങ്ങനെയാണ്. ഈ മഹാഭാരതത്തിലായാലും എല്ലാ പുസ്തകങ്ങളിൽ നിന്നും കിട്ടുന്ന മാനസിക പക്വത എങ്ങനെ നേടാം എന്നുള്ളതാണ്. ഇവിടെ അഗ്നിസാക്ഷി എന്നൊരു പുസ്തകം, സമയം കുറവാണ്. അഗ്നിസാക്ഷി എന്നൊരു പുസ്തകം ഒരു സമുദായത്തിൽ ഒരു സ്ത്രീക്കുണ്ടായ കാര്യമാണ്. അത് ഇത്ര സൈക്കോളജിക്കലായിട്ട് പഠിക്കാൻ ഉണ്ട് എന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ഈ അടുത്ത സമയത്ത് തന്നെ ചോദിച്ചു. പക്ഷേ ഇനി വായിക്കണം ഈ ബുക്കെല്ലാം. വായിച്ചിട്ടില്ലാത്തവർ, വായിച്ചിട്ടുള്ളവർ ഒരു പ്രാവശ്യം കൂടെ വായിച്ച് നമ്മുടെ മനസ്സൊന്ന് ശരിപ്പെടുത്തണം. ഡോക്ടർ ആനന്ദനോട് സഹായിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ആകെ നമ്മളൊരു ഭയം കാണുന്നുണ്ടില്ലേ? ഒരു ഭയം, എല്ലാവർക്കും ഭയമാണ്. അതുകൊണ്ടാണ് ഈ സംഘർഷം ഇങ്ങനെ കൂടിക്കൂടി വന്നിട്ട്. അതുകൊണ്ട് നമ്മുടെ പ്രത്യേകിച്ച് ഹിന്ദു മത വിശ്വാസികൾക്ക് ഒരു വിശ്വാസമുണ്ട്, എന്ത് പാപം ചെയ്താലും
ഗംഗയെ ചെന്ന് മുങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പാപം തീരും. പക്ഷെ കയ്പം കുമ്പളങ്ങ എവിടെ കൊണ്ടുപോയാലും കയ്പം കുമ്പളങ്ങയുടെ കയ്പ് മാറുന്നില്ല എന്ന് ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ ഇവർ പറയുന്നത് ഇതൊരു സുഖമാണ്. ആദ്യത്തെ പേജിലുണ്ട്, അനിർവചനീയമായ സുഖം അവിടെ മുങ്ങിയപ്പോൾ. അതുവരെയുള്ള കർമ്മബന്ധങ്ങളെല്ലാം മറ്റതുപോലെ സ്വതന്ത്രമായി എന്നുള്ള തോന്നൽ. നമ്മുടെ വിശ്വാസം നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കുന്നു എന്നാണ് ഇവിടെ നമുക്ക് സൈക്കോളജിക്കൽ അവരുടെ മാനസിക സംഘർഷത്തിന് കുറവുണ്ടായി എന്നാണ് മിസ്സസ് നായരുടെ. പിന്നെ എത്രമാത്രം സംഘർഷമാണ് പലരോടും തോന്നിയ ആരാധന അവർ അനുഭവിക്കേണ്ടി വന്നു. സംഘർഷങ്ങളും അടങ്ങിയ ഇവരുടെ കയ്യിൽ നമ്മൾ ശ്രദ്ധിച്ച് വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഒരു ചെറിയ പൊതിയുണ്ട്. ഈ പൊതി അവരിങ്ങനെ മുറുക്ക പിടിച്ചിരിക്കുകയാണ്. ഈ മുങ്ങിയപ്പോഴും ഒക്കെ ഈ കുട്ടിയുടെ കൂടെ ഈ ലളിതാംബയോട് എനിക്ക് ഭയങ്കര സ്നേഹമുണ്ട്. കാരണം ലളിതാംബയ്യ എൻ്റെ ഒരു ഭൂമിയുടെ അതിരിൽ താമസിച്ചിരുന്ന ഒരു ഇല്ലമാണത്. അപ്പോൾ എനിക്ക് ഒന്നുകൂടെ സ്നേഹമുണ്ടെന്ന് വിചാരിച്ചോളൂ. അവരുടെ കയ്യിൽ ഇങ്ങനെ ഒരു പൊതി ഇരിക്കുകയാണ്. ആലോചിച്ച് നോക്കിയേ, ആ പൊതി അവർക്ക് അങ്ങോട്ട് വിട്ടു കൊടുക്കണമെങ്കിൽ ആരെ കാണണം? ഈ ഓപ്പോള് എന്ന് പറയുന്ന എസ്കാപ്പിസത്തിൽ കൂടെ പോയ സന്യാസിനിയെ കാണണം. അവരുടെ കയ്യിൽ ഇത് ഏൽപ്പിക്കണം. കാരണം ഉണ്ണിയേട്ടൻ ഭദ്രമായി അവരുടെ മകൻ, രണ്ടുപേരും ഇവരുടെ മകനായിട്ട് വിശ്വസിക്കുന്ന അവരുടെ കയ്യിൽ കൊടുക്കണം എന്നുള്ളതാണ്. എന്നിട്ട് അവർ കൊടുത്തിട്ടൊരു കാര്യം പറയുന്നുണ്ട്, അങ്ങ് ദൂരെ കേരളത്തിൽ, കാരണം ഈ യോഗി സമ്മതിക്കുന്നില്ല. കാരണം യോഗി സമ്മതിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഐഡൻറ്റിറ്റി അപ്പോൾ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഞാൻ ഏടത്തെയാണെന്ന് മനസ്സിലാക്കുക, പക്ഷെ ഇവർക്ക് മനസ്സിലായി അവരാരാണെന്ന്. കൊടുത്തിട്ട് പറയുന്നുണ്ട്, അവസാനമാണ് പറയുന്നത്, അങ്ങ് ദൂരെ കേരളത്തിൽ എനിക്കൊരു ഗുരു ഉണ്ടായിരുന്നു, എന്നെങ്കിലും ഒരിക്കൽ എൻ്റെ ദേവിയെ നീ കാണും. ഇങ്ങനെ ഗുരുവിനെക്കുറിച്ചും മറ്റും രണ്ടുപേരും സംസാരിക്കുന്നുണ്ടെങ്കിലും ഇവരാണെന്ന് ഉള്ള ഐഡൻറ്റിറ്റി അപ്പോൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. എന്നിട്ട് ഈ മിസ്സസ് നായർ പറയുന്നുണ്ട്, ഈ ഗുരു എൻ്റെ കുട്ടിക്ക് സമ്മാനമായി നൽകിയതാണ് ദുഃഖകരമായ ഒരു നെടുമംഗല്യത്തിൻ്റെ മുദ്രയുണ്ടുതിൽ. അതാണ് താലി, ചടൽ കോർത്ത ഒരു ചെറിയ താലി. അത് തൃക്കൈകൾ കൊണ്ട് അനുഗ്രഹിച്ച് കൊടുക്കുകയോ നിരസിക്കുകയോ ചെയ്യാം. ആ സമയത്ത് അവർ ആ യോഗിനിയുടെ മാനസികാവസ്ഥ എന്ന് ആലോചിക്കും. സ്വന്തം ഭർത്താവ് സ്വന്തം കഴുത്തിൽ കെട്ടിയ താലിയാണ് ഈ കൊണ്ടുവന്നിരിക്കുന്നത്. ഭർത്താവിനെ ഉപേക്ഷിച്ച് പോയ ഒരു സ്ത്രീയാണ്. അപ്പോൾ ഈ താലി കയ്യിൽ കിട്ടുക, അപ്പോൾ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നൊക്കെ അവർ അന്വേഷിക്കുന്നുണ്ട്. അവരുടെ ഒരു മാനസിക ഭ്രമം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അവസാനം അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് മനസ്സിലാക്കി ഈ മിസ്സസ് നായരുടെ തങ്കത്തിൻ്റെ മകനും അവരുടെ മകനും ഒന്നാണെന്നൊക്കെ അവർ പണ്ട് പ്രതിജ്ഞയൊക്കെ എടുത്തിരുന്നു. രണ്ടുപേരുടെയും കുട്ടികൾ ഒന്നായിട്ട് കണക്കാക്കണമെന്നൊക്കെ. അതുകൊണ്ട് അവർ അഗ്നിയിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത് ഈ താലി. അതിനെ പ്യൂറാക്കി എന്നിട്ട് ആ താലിയുടെ സ്വർണം എടുത്ത് കൈകൊണ്ട് തോണ്ടിയെടുത്ത് ഇവർക്ക് കൊടുക്കുക. കൊടുക്കുമ്പം ആ മാനസികാവസ്ഥ നമുക്ക് ഓരോരുത്തർക്കും ആലോചിക്കാം അല്ലേ. കല്യാണം കഴിച്ച് ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് ദൂരെ പോയി ഇത്രമാത്രം സംഘർഷം എത്രമാത്രമായിരിക്കും അവരുടെ മാനസിക നിലയെന്ന് നമുക്ക് നോക്കാം. ഇവിടെയാണ് നമ്മൾ സെബാസ്റ്റ്യൻ പറഞ്ഞതൊക്കെ നല്ല കാര്യങ്ങളാണ്. ഞാൻ അതിനെക്കുറിച്ചൊന്ന് എളുപ്പമാക്കി തന്നുകൊണ്ട് ഞാൻ അതിലേക്ക് പോവുകയാണ്. ഇവിടെ ഈ ഭാവമാറ്റം വന്നിട്ടുണ്ട്. അവിടെ ഒരു സെൻറ്റൻസ് എനിക്കിപ്പോഴും ഓർമ്മ വരും. മകനെ എന്ന് വിളിക്കുന്നതിന് അവിടെ എഴുതി വച്ചിരിക്കുന്നത് മകനെ എന്ന വിളി ചരാചരങ്ങൾ മുഴുവൻ ഏറ്റുപാടിയെന്നാണ്. അത്രയ്ക്കാണ് ആ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും വന്നത്. ഇവിടെ നമുക്ക് സൈക്കോളജി ഓഫ് ലിബറേഷൻ എന്ന് പറയാം. അതുപോലെ തന്നെ യൂങ്ങിൻ്റെ അഭിപ്രായത്തിൽ ദ മീറ്റിംഗ് ഓഫ് ടു പേഴ്സണാലിറ്റീസ് എന്നാണ്. രണ്ട് പേഴ്സണാലിറ്റീസാണ്. ഒന്ന് ഇത് അന്വേഷിച്ച് പോയവരും ഒന്ന് ഇതിൻ്റെ യഥാർത്ഥ താലിയുടെ ഉടമസ്ഥയും. ഈസ് ലൈക്ക് ദ കോണ്ടാക്ട് ഓഫ് ടു ചാനൽസ് സബ്സ്റ്റൻസ് ആണ്. ഇതിനെ സാക്രിഫൈസ്ഡ് സെബാസ്റ്റ്യൻ പറഞ്ഞതിൻ്റെ ബാക്കി ആർക്കിടൈപ്സ് എന്ന് നമുക്ക് പറയാം. ആർക്കിടൈപ്പിനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടത് ഞാൻ ഈ പറയുന്നില്ല. അതുപോലെ തന്നെ ആവണിപ്പലകയിൽ ഇരിക്കുന്ന ഏടത്തിയെ കാണാനായിട്ട് കൊച്ചു കുട്ടി തിങ്ങി അതിൻ്റെ ഇടയിൽ കൂടെ പോയി നോക്കുകയാണ്. അല്ലേ, ആ ഒരു ഇതൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇപ്പോൾ എനിക്ക് എൻ്റെ മുമ്പിൽ പലരും ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് അപ്പൻ നമ്പൂതിരിയുടെ മകളാന്ന് വെച്ചിട്ട് ശൂദ്രാതി അല്ലാണ്ടിരിക്കുമെന്ന്. ഇത് തന്നെയാണ് ഇന്ന് നമ്മൾ കാണുന്ന ദുരഭിമാന കൊല. അവിടെ ലളിതാംബിക അതൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, എനിക്കറിയില്ല. പക്ഷെ അത് തന്നെയാണ് അതിൻ്റെയൊക്കെ ഒരു പ്രതിരൂപമായിട്ട് കാണുന്നു. സ്വന്തം അച്ഛനെ അതുപോലെ തന്നെ അതെനിക്ക് വളരെ ഫീൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. സ്വന്തം അച്ഛനെ ഒരു നോക്ക് അടുത്ത് കാണാനും ആ കരവലയത്തിൽ കിടന്നുറങ്ങാനും ഉമ്മ മേടിക്കാനും മോഹം. ഇന്നും ഇതുപോലെ ധാരാളം കുട്ടികളുണ്ട്. ഡിവോഴ്സ് ചെയ്ത് അതുപോലെ വഴക്ക് കൂടി മാറി നിൽക്കുന്ന കുട്ടികൾ. കോടതിയിൽ നിന്നൊക്കെ ചില കേസുകൾ വരും.
അതൊക്കെ കേട്ട് കഴിയുമ്പം അവർക്കൊരു ദയയില്ലാതെ അവർ ഡിവോഴ്സ് കൊടുക്കും. പക്ഷെ പിറ്റേ ആഴ്ച ഒരു വക്കീലിൻ്റെ അടുക്കൽ 1 മണിക്കൂർ, വേറൊരു വക്കീലിൻ്റെ അടുക്കൽ അടുത്ത ആഴ്ച അതേ സമയം പോവുക. അപ്പോൾ എന്നോടൊരാൾ ഒരു ഭർത്താവും അമ്മയും കൂടെ പറഞ്ഞു, ഈ കുട്ടിയെ അടുത്ത ശനിയാഴ്ച ഭാര്യ കൊണ്ടുവന്ന് ഞങ്ങളുടെ മുമ്പിൽ തരും, 1 മണിക്കൂർ കാണാം. മോനെ എന്നൊക്കെ വിളിച്ചു വരുമ്പോഴേക്ക് പെൺകുട്ടിയുടെ അമ്മ പറയും, മതി, സമയമായി പോകാമെന്ന്. അത്രയ്ക്കുള്ള കേസുകളൊക്കെ കാണുന്ന സമയത്ത് ഞാൻ ഈ സെൻറ്റൻസുകൾ ഓർക്കും. അപ്പം ഇത് വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെ വരാതിരിക്കാൻ ഒരു ചിന്ത വരില്ലേ ഉണ്ണി? വരും, തീർച്ചയായിട്ടും വരും. അതുപോലെ ഉണ്ണിത്തമ്പുരാന് പെൺകുട്ടിയെ കൊണ്ടുവന്നപ്പോൾ പറഞ്ഞ എന്താണെന്നറിയാം, ഉണ്ണിത്തമ്പുരാന് ചേരില്ല, കറുത്ത നിറമാണ്. ഇപ്പോഴും പലരും പെണ്ണ് കാണാൻ പോയിട്ട് വന്നു പറയും, കുട്ടിയൊക്കെ കൊള്ളാം, വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്, പക്ഷേ ഇച്ചിരി കറുത്തതാണെന്ന് പറയും. വല്ല വ്യത്യാസമുണ്ടോ അന്നത്തേക്കാളും ഇന്നത്തെക്കാട്ടിലും? പിന്നെ അതേപോലെ തന്നെ അവൾ ഇങ്ങനെ പറഞ്ഞ് 2 കുട്ടികളിൽ നിന്നും സിബ്ലിംഗ് റൈവൽറിയും ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, ഡോക്ടർ ആനന്ദ് ചിലപ്പോൾ ഇച്ചിരി വ്യത്യാസം കണ്ടേക്കും എന്നിൽ നിന്നും, ദെയർ ഇസ് നോ സുപ്പീരിയോറിറ്റി, ഒൺലി ഇൻഫീരിയോറിറ്റി. എല്ലാ കോംപ്ലക്സുകളിൽ സുപ്പീരിയോറിറ്റിയാണ് ഗണിക്കുന്നതൊക്കെ അവൻ്റെ കഴിവുകേട് തന്നെയാണെന്ന്. ഇതേപോലെ കഴിവുകേടുള്ള ഒരുപാട് കുട്ടികൾ, 2 കുട്ടികളിൽ മൂത്ത കുട്ടി പഠിക്കും, രണ്ടാമത്തെ കുട്ടി പഠിക്കുന്നില്ല. മൂത്ത കുട്ടിയെ എഞ്ചിനീയർ ആക്കണം, രണ്ടാമത്തെ കുട്ടി അവന് വല്ല കോമേഴ്സ് പഠിക്കാനായിരിക്കും ഇഷ്ടം. കോംപ്ലക്സ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ ഭാര്യയുടെ ATM കാർഡ് വാങ്ങിച്ചു വയ്ക്കുന്ന ഭർത്താവും ഭർത്താവിൻ്റെ ATM കാർഡ് വാങ്ങിച്ചേക്കുന്ന ഭാര്യയും ഇന്ന് ഒരുപാടുണ്ട്. ഇതൊന്നും തർക്കിക്കാൻ പറ്റുന്നതല്ല. ഇതുകൊണ്ട് ഈ സ്ത്രീ പറയുന്നുണ്ട്, ഇത്ര നിരീച്ചിരുന്നില്ല തങ്കം. കാരണം ഇത്രത്തോളം ഈ ഭർത്ത വീട്ടിൽ പ്രശ്നം ഉണ്ടാകുമെന്ന് വിചാരിച്ചില്ല. കാരണം വളർന്നതൊക്കെ പുരോഗമന സാഹിത്യങ്ങളൊക്കെ സംസാരിക്കുന്ന സഹോദരൻ്റെ വീട്ടിലാണ്. പിന്നെ അതുപോലെ നമുക്കൊക്കെ ഉള്ള ഒരു കുഴപ്പം ലളിതാംബിക അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് പറയാമോ? 4 പേരുടെ പേര്, 4 people are important എന്ന് പറയും നമുക്ക് കേരളത്തിലുള്ള ആളുകൾക്ക്. നമുക്ക് ഇഷ്ടം നോക്കിയാൽ പോരല്ലോ, മറ്റുള്ളവരുടെ ഹിതം നോക്കണമെന്ന്. ഇപ്പോഴും നമ്മളൊക്കെ ചെയ്യുന്ന കാര്യമാണ്. 4 പേരെ വെച്ചിട്ട് കുട്ടിയെ കൊണ്ടുവന്ന് ഡോക്ടർമാരുടെ മക്കളാണെങ്കിൽ ഡോക്ടർമാരാക്കും. അല്ല, അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ കാണുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ ദാമ്പത്യമോ ത്യാഗം പറഞ്ഞയക്കുന്നത് എന്താണ്? അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. പക്ഷെ ആരെയും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ എൻ്റെ അടുത്ത് വരുന്നവരോടൊക്കെ പറയും, വി ക്യാൻ കോംപ്രമൈസ്, ബട്ട് ദർ ഇസ് നോ അഡ്ജസ്റ്റ്മെൻറ്റ്. ഒരു ടെമ്പിൾ ടാൻട്രം വരെ മാത്രമേ നമുക്ക്, ഒരു ടെമ്പറുണ്ട്, ആ ടെമ്പർ ടാൻട്രം വരെ മാത്രമേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ പ്രശ്നങ്ങളെ നേരിടാൻ ധൈര്യമില്ലാത്ത പുരുഷന്മാരാണ്. പുരുഷന്മാരെ കുറ്റം പറയല്ല, അത് നമ്മൾ വായിച്ചു കഴിയുമ്പോൾ അങ്ങനെ ആവരുത്. ഉണ്ണി വിചാരിക്കണം, ഇങ്ങനെ ആയാൽ ഞാൻ ഇങ്ങനെ ആവും. പുരുഷന്മാർക്ക് ധൈര്യമില്ല. അതായത് സബ്ലിമേഷനിലേക്ക് പോകും. അതൊരു മെൻ്റൽ മെക്കാനിസമാണ്. ഡീറ്റൂറിങ് അവർ എനർജി ഇൻ എ സോഷ്യലി അപ്രൂവ്ഡ് മാനർ. പല രാഷ്ട്രീയക്കാരും പല സാമൂഹ്യ പ്രവർത്തകരും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്താണെന്നറിയാമോ? വൈകിട്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കുട്ടിയെ പഠിപ്പിക്കണം, അല്ലെങ്കിൽ വീട്ടിൽ ഇത്തിരി എന്തെങ്കിലും സഹായിച്ചു കൊടുക്കണം. എനിക്ക് രാഷ്ട്രീയത്തിലാണല്ല യൂണിയൻ വർക്കാണെന്ന് പറഞ്ഞ് ഇറങ്ങിയാൽ കുഴപ്പമില്ലല്ലോ സെബാസ്റ്റ്യൻ. ഇത്തരത്തിലുള്ള സബ്ലിമേഷൻ ഇതിനകത്ത് ഒരുപാടെടുത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് സബ്ലിമേഷൻ നല്ലത് തന്നെയാണ്, ഞാനും പറഞ്ഞു കൊടുക്കാറുണ്ട്, തമ്മിൽ ഭേദം. പക്ഷേ ഇത് എസ്കേപ്പിസത്തിലേക്ക് മാറും. അതാണ് ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് പറയുന്നത്. ഇവിടെ അഗ്നിക്കെല്ലാം ദഹിപ്പിക്കാനുള്ള കഴിവുണ്ട്, പക്ഷേ സത്യത്തെ ദഹിപ്പിക്കാൻ പറ്റുമോ? സത്യത്തെ ദഹിപ്പിക്കാൻ ഒരഗ്നിക്ക് സാധിക്കില്ല. അഥവാ സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് ഭ്രാന്താണെന്ന് പറയും. ഈ അടുത്ത സമയത്ത് തന്നെ നമ്മൾ കേൾക്കുന്നത്, സത്യം പറയുന്ന ഭാര്യയെ ഭ്രാന്തായിട്ട് സംശയരോഗമാണ്. പിന്നെ വിവാഹം കഴിച്ച പുരുഷൻ അന്യ സ്ത്രീയുടെ മുറിയിലേക്ക് പോകുമ്പോൾ എങ്ങനെ സഹിക്കാൻ പറ്റും? സഹിക്കാൻ പറ്റില്ല അല്ലേ? ഈ പ്രാന്തിച്ചെറിയമ്മ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഇതിനകത്തുണ്ട്. അവരുടെ നമ്പൂതിരി മാറ്റക്കല്യാണത്തിന് വേണ്ടിയിട്ട്, പെങ്ങളെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വാരസ്യാരെയാണെന്ന് തോന്നുന്നു കല്യാണം കഴിക്കുന്നു. ആ വാരസ്യാരുടെ മുറിയിലേക്ക് സ്വന്തം ഭർത്താവ് പോവുകയാണ്. നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അവർ പുറകെ ഓടുന്നുണ്ട്. അപ്പോൾ ലളിതാംബിക ഞങ്ങളുടെ നാട്ടുകാരിയായിട്ടായിരിക്കും ഇത്ര കൂടുതൽ അതെല്ലാം ഇങ്ങനെ എഴുതുന്നത്. കാരണം ഇപ്പോഴൊക്കെ അതൊക്കെ ഒരുപാട് കഥകൾ വരുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രീയമല്ല കേട്ടോ, സോറി സഭാസ്, അനുഭവങ്ങൾ, ഞാൻ ഇതിലൊക്കെ അനുഭവങ്ങൾ കണ്ടിട്ടുണ്ട്, ഞാൻ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവർക്കൊരാശ്വാസം, അതാണ് എല്ലാ പുരുഷനും സ്ത്രീ അറിയേണ്ടത്. അവരുടെ കയ്യിൽ പിടിക്കും അടിക്കാൻ വേണ്ടിയിട്ട്. ആ കൈ പിടിക്കുമ്പോൾ അവരെന്ത് ചെയ്യും?
ഒന്ന് ആശ്വസിച്ചോട്ട് തിരിച്ചു പോരും. ആലോചിച്ച് നോക്കി, ആ സ്വന്തം ഭർത്താവിൻ്റെ അടിക്കാനായാലും വേണ്ടില്ല, ഒന്ന് കയ്യിലൊന്ന് പിടിച്ചല്ലോ. ഇത്രയും ഒരു മാനസിക സംഘർഷത്തിൻ്റെ റിലീഫ് വേറെ എവിടെ കാണാൻ പറ്റും? ആത്മസംഘർഷം, അതിനെയാണ് ഭ്രാന്ത് എന്ന പേരിൽ. ഇവിടെ ഫ്രോയിഡ് പറഞ്ഞു, റിപ്രഷൻ കനോട്ട് ഹൈഡ് ദ ട്രൂത്ത് പെർമനൻ്റലി എന്നാണ്. ഡിപ്രഷൻ ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ട് പെർമനൻ്റ് ആയിട്ട് ഒരിക്കലും മാറ്റാൻ സാധിക്കില്ല. ഇവിടെ ഈഗോ സൂപ്പർ ഈഗോ, അത് ഡോക്ടർ ആനന്ദിനോടും സുഭാഷിനോടും എൻ്റെ അറിവ് വെച്ച് ഞാനൊന്ന് കൂട്ടുന്നത് എളുപ്പം മനസ്സിലാകാൻ വേണ്ടി ഞാനൊന്ന് പറയാം. നമ്മളൊരു കാർ പിടിച്ച് പോകുന്നില്ലേ, കാറിൻ്റെ എൻജിൻ നന്നായിരിക്കണം, അതിനകത്ത് ലീക്ക് ഉണ്ടായിരിക്കരുത്, പെട്രോള് ഇതെല്ലാം വേണം. അതാണ് ഈ അബോധ മനസ്സെന്ന് പറയുന്നത്, ഇതെന്ന് പറയുന്നത്. ഈഗോയും സൂപ്പർ ഈഗോന്ന് ഒരു പിൻസീറ്റ് ഡ്രൈവർ വേണം. അതായത് ഇപ്പം ഞാൻ ഇങ്ങോട്ട് വന്നു, ഡ്രൈവറെയും കൊണ്ട് വന്നു, ഞാൻ പറഞ്ഞു നീ അവിടെ ചെറുപൂർ പോട്ടെ, വലത്തോട്ട് പോട്ടെ, ഇടത്തോട്ട് പോട്ടെ. പക്ഷേ ഞാൻ പറയുന്ന കേട്ടോണ്ട് വണ്ടി ഓടിച്ചാൽ എന്താ കുഴപ്പം? അവലെടുത്തും ചെന്ന് മുട്ടും. അപ്പോൾ സാമൂഹ്യ നിയന്ത്രണങ്ങളെയും പെരുമാറ്റങ്ങളെയും, അല്ലേ ആനന്ദൻ സാർ, ഇതിനെയൊക്കെ വിശദീകരിച്ച് കൊണ്ടുള്ളതാണ് സൂപ്പർ ഈഗോ. അപ്പം മനസ്സിലായില്ല ഈ മൂന്നെണ്ണം എന്താണ്? ഈഗോ, സൂപ്പർ ഈഗോ, ഈ മൂന്ന് കോൺസെപ്റ്റ് ഇതാണ് നമുക്ക് ദേവകി ഓപ്പോളിൽ കാണാൻ സാധിക്കുന്നത്. അവരുടെ ആഗ്രഹങ്ങളും മറ്റും അബോധ മനസ്സിലുള്ളതിൻ്റെ പ്രതികരണമായി അവർ സബ്ലിമേഷൻ വഴി എസ്കപ്പിസത്തിലേക്ക് പോകുന്നു. സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ട് പോകുന്നു, അവസാനം യോഗിനിയായിട്ട് മാറുന്നു. ഇവിടെ സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ നിയന്ത്രണങ്ങളാണ്. അതാണ് 4 ആൾ, 4 പീപ്പിൾ നമ്മൾ പറഞ്ഞു, 4 ആൾ. അപ്പോൾ ഭാര്യയോട് സ്നേഹമുണ്ടെന്ന് തുറന്നു പറയാൻ കഴിയാത്ത, കുറച്ച് മറിച്ച് പോകുന്നുണ്ട് ഫാസ്റ്റ്, ഭാര്യയോട് സ്നേഹമുണ്ടെന്ന് തുറന്നു പറയാൻ കഴിയാത്ത എത്രയോ പുരുഷന്മാരും ഭർത്താവിനോട് സ്നേഹമുണ്ടെന്ന് പറയാൻ കഴിയാത്ത, അല്ലെങ്കിൽ കോളേജിൽ വെച്ച് ഒരു പെണ്ണിനെ കണ്ട് നിന്നെ എനിക്കിഷ്ടമാണ് എന്ന് പറയാൻ കഴിയാത്ത എത്രയോ കുട്ടികളെ നമ്മൾ കണ്ടിരിക്കുന്നു. അതെന്തുകൊണ്ടാണ്? അതിനെ പറയുന്നത് ഇൻഹിബിറ്ററി പേഴ്സണാലിറ്റി. ഒരു ഡിസോർഡറായിട്ട് വരുന്നതിന് മുമ്പത്തെ കാര്യം നോക്കിയാൽ മതി. നമ്മൾ ഇൻഹിബിഷനാണ്. വേണ്ട സമയത്ത് വേണ്ടതുപോലെ പറയാൻ പറ്റുന്നില്ല. നമ്മൾ 2 തരത്തിലുള്ള ആളുകളെയാണ് ഇപ്പോൾ നമ്മളിൽ തന്നെ കാണുന്നത്. ഒന്നാമത്തത് അഗ്രഷൻ, എന്തെങ്കിലും വന്ന് ചാടിക്കടിക്കും, അല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കും. ഇത്രയും ആണുങ്ങളും പെണ്ണുങ്ങളും നമ്മുടെ വീട്ടിലൊക്കെ ധാരാളമായിട്ടില്ലേ? കുട്ടികളില്ലേ, അധ്യാപകരില്ലേ, സമൂഹത്തിലില്ലേ? ഒന്നും വേണ്ടില്ല. അതിന് അസർട്ടീവ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞൊരു വ്യക്തിത്വമുണ്ട്. അത് മിക്കവാറും ആളുകൾക്കില്ല. വേണ്ട സമയത്ത് വേണ്ട കാര്യങ്ങൾ വേണ്ടതുപോലെ പറയുക. അവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, എനിക്ക് തന്നോട് സ്നേഹമൊന്നുമില്ല എന്ന് പറഞ്ഞ് വേദനിപ്പിക്കുന്നതിനെക്കാട്ടും നല്ലത് അതൊരു സോഫ്റ്റായിട്ട് നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷനും ശ്രദ്ധിച്ച് പ്രതിയോഗി ആരാണെന്ന് മനസ്സിലാക്കി ചെയ്യണം. അപ്പോൾ ഈ നോവലിൽ അങ്ങനെയുള്ള വലിയ കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ല എന്നാണ്. ഈ അസർട്ടീവ് പേഴ്സണാലിറ്റി ആരുമല്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത ഇതിനകത്തേക്ക്. പിന്നെ ഇപ്പം ഞാനിങ്ങനെ പറഞ്ഞു പോയാൽ അതിനകത്ത് പോവും. മഞ്ഞിൽ കൂടെ ഒന്ന് പറയണ്ടേ? മഞ്ഞിലാണെങ്കിൽ സ്വന്തം ജീവിതത്തോടും വ്യക്തിത്വത്തെയും അപരിചിതത്വവും അന്യതാഭാവം മൂലം ഏകാന്തതയുടെ തടവറയിലാണ് അവർ കഴിയുന്നത്. മഞ്ഞ് വായിച്ചിട്ടുള്ളവർക്കറിയാം. സ്ത്രീ അങ്ങനെ ഇരിക്കുകയാണ്. സ്വയം, സാറേ ഞാനൊന്ന് കട കൊടുക്കുന്നുണ്ട് കേട്ടോ, സ്വയം പറഞ്ഞ MD എന്നോട് അപർണ പറഞ്ഞു MDക്ക് ആളുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപർണ MDയുടെ ആളാക്കി അപർണ മാറ്റി. സ്വയം ആഴ്ന്നിറങ്ങുന്ന ഒരു വ്യക്തിത്വമാണ് ഇവിടെ വിമല എന്ന ഒരു കഥാപാത്രം എന്ന് പറയുന്നത്. പെൺകുട്ടികളുടെ ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. ആന്തരിക സത്യത്തെയൊക്കെ അംഗീകരിച്ച് വെച്ചിരിക്കുക. ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെയൊക്കെ സാധിക്കൂ. ഒരു പ്രതീക്ഷയില്ല. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ കറങ്ങി നടക്കും. എന്നാൽ പ്രതീക്ഷയുള്ളൊരു ബുദ്ധു അവിടെ ഉണ്ട്, ഒരു ബോട്ട് ഓടിക്കുന്നവൻ. അവൻ്റെ കയ്യിലൊരു ഫോട്ടോ ഉണ്ട്. അടുത്ത സീസണിലെങ്കിലും എൻ്റെ അച്ഛൻ വരും, അച്ഛനല്ല അമ്മയുടെ കാമുകൻ വരും എന്നൊരു പ്രതീക്ഷ. നമ്മുടെ കഥാപാത്രത്തിന് അങ്ങനെ ഒരു പ്രതീക്ഷയേ ഇല്ല. എപ്പോഴും ആ ഒരു ക്യാരക്ടറിൻ്റെ കാര്യം ആനന്ദ സാർ പറഞ്ഞു, വിട്രോയലാണ്. എല്ലാത്തിൽ നിന്നും ഉൾവലിഞ്ഞിരിക്കുന്നു. നമ്മുടെ വീട്ടിലൊന്നും ആലോചിച്ച് നോക്കി എത്ര പേരുണ്ട് ഉൾവലിയൽ. അപ്പോൾ അവർക്ക് ഈ മഞ്ഞെന്നെടുത്ത് കൊടുത്തിട്ട് പറയണം, ഈ വിട്രോയിലൊക്കെ വെച്ചോണ്ടിരുന്നാൽ നീ അവസാനം ഇങ്ങനെ തന്നെ ആവും, അവസാനം മീനിങ്ലെസ്നെസ് ഓഫ് ലൈഫിലേക്ക് തിരിയും. അല്ലേ സാറേ? മീനിങ്ലെസ്നെസ് ഓഫ് ലൈഫിലേക്ക് തിരിയും. ജീവിതത്തിന് അർത്ഥമില്ലാത്ത എത്രയോ കുട്ടികളെയും നമ്മൾ ഭയങ്കരമായിട്ട് പിടിച്ച്. എൻ്റെ മൂത്ത മോന് എൻ്റെ ഭർത്താവ് എഞ്ചിനീയറാണ്, രണ്ടാമത്തെ മോന് എഞ്ചിനീയറിങ്ങിന് വിടും. അവനിതുവല്ലോ അറിയാമോ? അവൻ എഞ്ചിനീയറിങ്ങിന് സ്പെല്ലിങ് പോലും അറിഞ്ഞൂടാ. പക്ഷേ അവനപ്പോൾ എന്ത് ചെയ്യും? മീനിങ്ലെസ്നെസ് ഓഫ് ലൈഫ് വരും. അങ്ങനെ മീനിങ്ലെസ്നെസ് ഓഫ് ലൈഫ് വരുന്ന ഒരു കഥാപാത്രമാണ് അവിടെ കുടുംബ ബന്ധങ്ങളില്ല,
ചിലപ്പോൾ ഒരുപക്ഷെ വളർന്ന സാഹചര്യമൊക്കെ ഇതിനെക്കൊണ്ട് വരും. അതൊന്നും എനിക്കിവിടെ പറയേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് ബാക്കി സൈക്കോളജി പറയാനല്ല. അവിടെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന സൈക്കോളജിക്കൽ ലോൺലിനെസ് ആണ് അവിടെ കാണുന്നത്. ഒറ്റപ്പെടലാണ്. ഈ പുസ്തകത്തിൻ്റെ പേര് തന്നെ മഞ്ഞെന്നാണല്ലേ. ഒരു കൺഫ്യൂഷനുണ്ട്. കാരണം അവിടെ മഞ്ഞ് ഉരുകണമെങ്കിൽ എന്ത് വേണം? വെളിച്ചം വരണം, വെയിൽ വരണം. ഈ മഞ്ഞിനകത്ത് വിമലയുടെ ജീവിതത്തിൽ ഒരിടത്തും വെളിച്ചം വരുന്നില്ല. അവിടെ എല്ലാം മഞ്ഞ് കട്ടിയായിട്ടിരിക്കുകയാണ്. ഈ പുറം രാജ്യങ്ങളിലൊക്കെ ഞാൻ പോകുന്ന സമയത്ത് നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ വണ്ടിയുടെ പുറത്തൊക്കെ മഞ്ഞങ്ങ് വന്ന് വീഴുന്ന കണ്ടുണ്ട്. ആ നീക്കാനായിട്ട് അപ്പം തന്നെ ആൾ വരും. ഇവിടെ ഒന്നുമില്ല. ഇവളോട് സംസാരിക്കാനോ ഇവളുടെ സ്നേഹഭാഷണങ്ങളിൽ കൂടെ ഇവളുടെ മനസ്സിലെന്താണെന്നോ അറിയാൻ അവിടെ കൗൺസിലിങ്ങും സൈക്കോളജിസ്റ്റും ഒന്നുമില്ല, സൈക്യാട്രിയും ഇല്ല മരുന്ന് കൊടുക്കാൻ, അതുമില്ല. അപ്പോൾ ഇവളങ്ങനെ ജീവിച്ചു വരികയാണ്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ രണ്ട് പുസ്തകത്തിലും കാണുന്ന ഐഡൻറ്റിറ്റി ഡിസോർഡറാണ്. പലപ്പോഴും അവർ തന്നെ ചോദിക്കുന്നുണ്ട് അവിടെ കഥാപാത്രത്തിലെ ഞാൻ ആരാണ്, എനിക്ക് എന്ത് സാധിക്കും. ഇതിവിടെ അതുപോലെ ഐഡൻറ്റിറ്റി കൊളാപ്സാണ് വരുന്നത് മഞ്ഞിലെ സ്ത്രീകൾക്ക്. പിന്നെ ഇവിടെ ഒരു ഉദാഹരണം ഞാൻ പറയാം. കയറ്റുകെട്ടിലെ ടിൽറ്റിനടിയിലേക്ക് നൂന്നിറങ്ങി കിടന്നപ്പോൾ ആശ്വസിച്ചു, ഒരു ദിവസം കൂടി അവസാനിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി ആ ജീവിതത്തെക്കുറിച്ച്. 24 മണിക്കൂറിനെ 48 മണിക്കൂർ ആക്കണമെന്ന് ചിന്തിച്ചുകൊണ്ട് കിടക്കണം നമ്മളെപ്പോലുള്ള ആളുകൾക്ക്. ഇങ്ങനെ കിടന്ന് ആശ്വസിക്കണമെന്നുണ്ട്. പക്ഷേ 6 മണിയാകുമ്പോഴോ 4 മണിയാകുമ്പോഴോ ആരോ ഒന്ന് തട്ടി ഉണർത്തി നമ്മൾ വീണ്ടും ചങ്കരം പിന്നെ തെങ്ങേലെന്ന് പറഞ്ഞ പോലെ പോകും. അവളുടെ ലോകം എന്ന് പറയുന്നത് മഞ്ഞുറഞ്ഞ മലകളും പിന്നെ കുറേ താടിയും മറ്റേ ഇതൊക്കെ തിന്ന് പല്ലൊക്കെ കറുപ്പിച്ച കുറേ ആളുകളും അവരെയൊക്കെയാണ് അവിടെ കാണുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താ വേണ്ടത്? ഒരു എക്സിസ്റ്റൻഷ്യൽ ആങ്സൈറ്റി അവിടെ ഉണ്ട്. എക്സിസ്റ്റൻഷ്യൽ ആങ്സൈറ്റി, അതിൻ്റെ ലോൺലിനെസ്സും ഉണ്ട്. പിന്നെ ഒരു സൈക്കോളജിക്കൽ ഏലിയനേഷൻ, ഒറ്റപ്പെട്ട ഒരു ജീവിതം. അവർക്കൊന്നിനും സന്തോഷം കാണാൻ പോകുന്നില്ല. നമ്മളവിടെ അതിനകത്ത് പല ആളുകളും കൂർക്ക വലിച്ചും ഒക്കെ സന്തോഷം കാണുന്ന, ഇവരെന്തെങ്കിലും 2 കപ്പ് ഡ്രിങ്ക്സ് കഴിച്ചെന്നോ അല്ലെങ്കിൽ പിന്നെ ഒരു ചരസ് വലിച്ചോ കാണാവുന്നതാണ് സന്തോഷം. എല്ലാവരും അങ്ങനെയാണല്ലോ പോകുന്നത്. ഇതൊന്നുമില്ല. ഇതിങ്ങനെ ചിന്തിച്ച് ഈ കട്ടിലിനിടയിൽ വന്ന് കൊടുക്കും. അവിടെ അവർ കൊടുക്കുന്ന ഉണക്കച്ചപ്പാത്തി കൊണ്ട് കഴിയും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്നുള്ള മോചനം ആഗ്രഹിക്കുന്നില്ല. അതാണ് ആ ക്യാരക്ടറിൻ്റെ പ്രത്യേകത. ഇതിൽ നിന്നും ഒരു മോചനം വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നില്ല. പെട്ടെന്ന് തന്നെ ഞാനൊരു കമ്പാരിസൺ ചെറുതായിട്ടൊന്ന് പറയാം. അഗ്നിസാക്ഷിയിലാണെങ്കിൽ സാമൂഹ്യ നിയന്ത്രണത്തിൻ്റെ പേരിലാണ് റിപ്രഷനുണ്ട്, അടിച്ചമർത്തലുണ്ട്, ഈഗോ, സൂപ്പർ ഈഗോ. അതായത് ആ വ്യക്തിപരമായ ആഗ്രഹമുണ്ട്, സാമൂഹ്യ നിബന്ധനകൾ, സൂപ്പർ ഈഗോ ഉണ്ട്, ഈഗോ രണ്ടിൻ്റെയും ഇടയിൽ കിടന്ന് കളിക്കുകയാണ്. ഇത് മൂന്നും കൂടി സബ്ലിവേഷനിലേക്ക് നീങ്ങുകയാണ്. പിന്നെ ഇവർ നോക്കുന്നത് സ്പിരിച്വൽ സെർച്ചിലേക്കാണ്. ഇവിടെ അഗ്നിസാക്ഷിയിൽ വാസ്തവത്തിൽ മതത്തെ അതിൻ്റെ യഥാർത്ഥ രൂപത്തിലല്ല അവതരിപ്പിച്ചിരിക്കുന്നത്. അന്ധവിശ്വാസങ്ങൾ മാത്രം നിറഞ്ഞ ഒരു കാലാവസ്ഥയാണ്. അതിനകത്ത് അന്ധവിശ്വാസം മാത്രമേ ഉള്ളൂ. ഉണ്ണി ഈ ഭഗവത്ഗീത വായിച്ചിരിക്കും. ഒരിക്കലെങ്കിലും എൻ്റെ മുറിയിലോട്ട് വന്നിരുന്നെങ്കിൽ, ഒന്നും വേണ്ട, എനിക്ക് 2 പുസ്തകം വായിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ എന്നാണ് അവൾ ആഗ്രഹിക്കുന്നത്. അതുപോലെ അനിയനെ പഠിക്കാൻ വിട്ടപ്പോൾ ഇയാൾ ഈ ഭഗവത്ഗീതയിലും ഇതെല്ലാത്തിലും ആണ്ടിരുന്നു. ഇതൊന്നും തെറ്റെന്നല്ല പറഞ്ഞേ. പക്ഷേ ഇവിടെ ഒക്കെ എന്താ ചെയ്തിരിക്കുന്നത്? ഈ ഫയർ എന്നുള്ളത് പുറകിൽ പേരുണ്ടെങ്കിലും ഫയർ ആയിട്ടില്ല. അവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻസ്, അവിടെ ടൈപ്പിൻ്റെ കാര്യം പറഞ്ഞല്ലോ, സാക്രിഫിഷ്യൽ ആർക്കിടൈപ്പ് എന്നാണ് അവിടെ. ട്രാൻസ്ഫോർമേഷൻ സിമ്പലുമാണ് അവിടെ കാണുന്നത്. ഇതൊക്കെ കുറച്ച് വിസ്തരിക്കണമെങ്കിൽ മണിക്കൂർ വേണം കേട്ടോ. അത് ഞാൻ അനന്തസാറിനെ ഏൽപ്പിക്കാം. ഇവിടെ സംഘർഷത്തിൻ്റെ കാരണം ഇമോഷൻസ്, സൈക്കോളജിക്കൽ ജേർണി, അത് കുറച്ച് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് മാഷച്ചാൻ പറയാത്തത്. അവസാനം സെൽഫ് റിയലൈസേഷനിൽ എത്തിച്ചേരുന്നു. ആരാണ്? നമ്മുടെ മിസ്സസ് നായരും യോഗാനന്ദയും ഇല്ലേ, ദേവകി ഒപ്പോഴും അവസാനം സെൽഫ് റിയലൈസേഷനിലുണ്ട്. അക്കാഡമിക് പോയിന്റ് ഓഫ് വ്യൂ ആണെങ്കിൽ അഗ്നിസാക്ഷി റെപ്രസെൻറ്റ്സ് ദ പ്രൊവൈഡിയൻ സ്ട്രഗിൾ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ഡിസയർ ആൻഡ് സോഷ്യൽ മൊറാലിറ്റി എന്ന് നമുക്ക് പറയാം. ഉണ്ണി കഥാപാത്രത്തെ എടുത്താൽ അയാൾക്ക് വ്യക്തിപരമായ സ്നേഹമുണ്ട്, പക്ഷേ സമൂഹ നിയമമാണ് അയാളെ അടിച്ചമർത്തുന്നത്. ആഗ്രഹങ്ങളുണ്ട്, ഭാര്യ എടുത്ത് പോകണമെന്നൊക്കെ. അവിടെ സ്വാതന്ത്ര്യത്തിന് ആഗ്രഹമുണ്ട്, പക്ഷേ ഫ്രസ്ട്രേറ്റഡ് ആണ്. ആത്മീയതയിൽ കൂടെയാണ് അവരൊക്കെ ഒളിച്ചോട്ടം അവിടെ നടത്തുന്നത്. പിന്നെ അത് ഞാൻ പറഞ്ഞു, ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉണ്ട്. താൻ ആരാണെന്ന് കൂടെ ചോദിക്കും. എൻ്റെ ജീവിതം എൻ്റെ സ്വന്തം തന്നെയോ ചോദിക്കുകയാണ് എന്ന് ചോദിക്കുമ്പോൾ അവരിൽ റിപ്രഷൻ എത്ര ഉണ്ടെന്ന് നോക്കിക്കാം. നമ്മളിപ്പോൾ വൈകിട്ട് 3 മണിക്ക് ഇവിടെ ഒന്ന് സംസാരിക്കണമെന്ന് പറയുന്നു. പുറമേ ഒരാൾ പറയുകയാണ്, എന്തിനാ പോകുന്നത്, ഇതൊക്കെ വായിച്ചിട്ട് വേണം, ഇനി ചാകാറായില്ലേ. ഇപ്പം എന്നോടൊക്കെ തന്നെ ചോദിക്കുകയാണ്, ഇത്ര വർഷമായി ഇനിയിപ്പോൾ ജീവിക്കാനില്ല, ഇതിനൊക്കെ എന്തിനാ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനത് കേട്ട് അവിടെ ഇരിക്കുകയാണെങ്കിൽ
എൻ്റെ നാശമാണ് ഉണ്ടാകുന്നത്. അപ്പം അഗ്നി ചിറകുകൾ വായിക്കുമ്പം നമുക്ക് മനസ്സിലാകും ഒരിക്കലും നമ്മൾ സോഷി അഗ്നിച്ചിറകുകൾ മാറുന്നു. അഗ്നിസാക്ഷി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതുപോലെ ഇവരുടെ കൂട്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അവസാനം നമ്മൾ ഭ്രാന്തി ചെറിയമ്മയുടെ 2ാം രൂപമായിട്ട് മാറുന്നു. അതുപോലെ മഞ്ഞിലാണെങ്കിൽ ആധുനിക മനുഷ്യൻ്റെ എക്സിസ്റ്റൻഷ്യൽ ലോൺലിനെസ് ആണ് കാണുന്നത്. അപ്പം മാനസികമായ ഒറ്റപ്പെടൽ അവിടെ എല്ലാം സ്വയം ഉള്ളിലേക്ക് നോക്കുകയാണ്. എൻ്റെ അച്ഛൻ എങ്ങനെയായിരുന്നു, അവിടെ ഒരു സായിപ്പ് സായിപ്പിൻ്റെ പേര് മറന്നു, അയാൾ വരും, അമ്മയുടെ ഒരു കാമുകനായിട്ട് ഒരു സായിപ്പ് വരും. അതൊക്കെ സ്വയം ഇങ്ങനെ അറിയാം, ആരോടും ഷെയർ ചെയ്യുന്നില്ല. അഗ്നിസാക്ഷിയിൽ അതല്ല, എല്ലാം ഷെയറിങ് ഉണ്ട്. പക്ഷെ അനിയനെ പഠിപ്പിക്കാൻ വിട്ടപ്പോൾ ഞാനും പോയി, അപ്പം അവൻ തമ്പുരാൻ മരിച്ചപ്പോൾ ഞാനും തിരികെ പോന്നു. ആ ഒരു ആറ്റിറ്റ്യൂഡാണ്. മനുഷ്യ മനസ്സിൻ്റെ പല ആഗ്രഹങ്ങളെന്ന് പറയുന്നത് എന്താണ്? അൺഎക്സ്പീരിയൻസ്ഡ് ഇമോഷൻ ആണ്. അത് ദാറ്റ് വിൽ നെവർ ഡൈ എന്നാണ്. ദേ ആർ ബറീഡ് അബവ് ആൻഡ് വിൽ കം ഫോർത്ത് ലേറ്റർ ഇൻ അഗ്ലിയർ വേസ്. അതാണ് ഇവിടെ വരുന്നത്. ഇനി റാഷണലിസ്റ്റ് അതും പറഞ്ഞിട്ടുണ്ട്. റാഷണലിസ്റ്റ് സൈക്കോളജിസ്റ്റിനെ കുറിച്ച് പറഞ്ഞു, അഡ്ലറെ കുറിച്ച് പറഞ്ഞു. അവരുടെ കാഴ്ചപ്പാടിൽ നമ്മൾ ഇതെങ്ങനെയാണ് കാണുന്നതെന്ന് വെച്ചാൽ, അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനാൽ യുക്തിസഹജമായ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്, പോകുന്നൊക്കെയുണ്ട്. സ്വാതന്ത്ര്യ സമര സേനാനി, ആശ്രമവാസി, എന്നിട്ട് പോലും അവരുടെ മനസ്സിൽ എന്താ ഉണ്ടായിരുന്നത്? വാസ്തവത്തിൽ അപ്പോഴും ഈ കുട്ടിയെ കണ്ടപ്പോഴും ഒക്കെ തിരിച്ചിങ്ങി വരിക. ശ്രീരാമകൃഷ്ണൻ്റെ ഒരു കഥ 1 മിനിറ്റ് കൊണ്ട് പറയാം. ശ്രീരാമകൃഷ്ണദേവൻ പറയും, ശ്രീരാമകൃഷ്ണദേവൻ ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. ഒരാളൊരു ചായക്കടയൊക്കെ നടത്തി കടമെല്ലാം ആയി. അപ്പോൾ അയാൾ ഈ കടം വീട്ടാൻ രക്ഷയല്ലേ, എനിക്ക് ചായക്കട നടത്താനൊന്നും അല്ല എന്നെ ദൈവം ഇങ്ങോട്ട് പറഞ്ഞിരിക്കുന്നത്, സന്യാസി ആവാനാണ്. ഞാനിവിടുന്ന് പോകാമെന്ന് പറഞ്ഞ് കാശി പോയി. അവിടെ ചെന്ന് കുറച്ച് നാളത്തേക്ക് ഭാര്യ അവിടെ കഷ്ടപ്പെട്ട് ജീവിക്കും, എഴുത്തയച്ചതും ഒന്നുമില്ല. കുറേ നാൾ കഴിഞ്ഞ് അയാളിങ്ങനെ ഇറങ്ങി ഇറങ്ങുമ്പോൾ ഒരു ചായക്കട ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട്. ഇയാൾ അവിടെ കയറി ചായക്കട തുടങ്ങി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ തിരിച്ചൊരു എഴുത്തയച്ചു ഇങ്ങോട്ട്, ഞാനിവിടെ വന്നു ഇച്ചിരി ചായക്കട കിടന്നു, എനിക്ക് താമസം നിന്നെ വന്ന് കൊണ്ടുപോകാം, സന്യസിക്കാൻ പോയാളാണ്. ഇതാണ് പലരുടെയും മാനസികാവസ്ഥ. ഈ കോമൺ, ഞാൻ ഈ ഇതിനകത്തെ ഒന്നും പറയുന്നില്ല, പക്ഷേ ഇതിനകത്ത് എനിക്ക് അങ്ങനെ തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഇവർ ഇത്രയൊക്കെ ആയിട്ടും ഈ സ്ത്രീയെ കണ്ടപ്പം ശരിയാണ്, അന്ന് ഞാനാണ് എന്ന ഇതാണ് എനിക്ക്. പക്ഷേ ഇപ്പം നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, എൻ്റെ പൂർവാശ്രമമായിരുന്നു എന്ന് പറയാനുള്ള മാനസിക ഒരു പക്വത ഈ സ്ത്രീക്കില്ലായിരുന്നു. അതേപോലെ തന്നെ ഇവർ സ്വാതന്ത്ര്യ സമരത്തിന് പോയി കിടന്നപ്പോൾ കൽക്കട്ടയിൽ ഈ മിസ്സസ് നായർ ജോലി ചെയ്ത സമയത്ത് താഴെ ചോര പൊട്ടി ഒഴുകി കിടക്കുന്നത് ഇവരാണെന്ന് മനസ്സിലായിട്ടും അവർക്ക് താഴോട്ട് വരാനുള്ള ഒരു മനോധൈര്യമില്ല. അവിടെ സൂപ്പർ ഈഗോ ഉണ്ട്, സാമൂഹ്യമുണ്ട്, ഭർത്താവുണ്ട്, എല്ലാവരും നിയന്ത്രണത്തിൽ മാത്രമേ സാധിക്കുന്നുള്ളൂ. ചുരുക്കത്തിൽ നമ്മളിപ്പോൾ നമ്മുടെ ഡോക്ടർ ആനന്ദൻ പറഞ്ഞ പോലെ മനസ്സെന്താണ്? ദ മൈൻഡ് ഈസ് ലൈക്ക് ആൻ ഐസ്ബർഗ്. ഇതിനകത്ത് പറയുന്നതാണ്, ഇറ്റ് ഫ്ലോട്ട്സ് വിത്ത് 1/7 ഓഫ് ഇറ്റ്സ് ബൾക്ക് എബോവ് വാട്ടർ എന്നാണ്, പൊങ്ങിക്കിടക്കുകയാണ്. മഞ്ഞൊരു സിംബോളിക് നോവലാണ്, 2 പുസ്തകങ്ങളെയും 2 ദിശകളിൽ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഈ അഗ്നിയിൽ ഈ സ്ഫുടം ചെയ്തെടുക്കുന്നതിനെ മാത്രം, എന്നിട്ട് അവരുടെ വാചകമുണ്ട്, ഇതിനകത്തിന് മായം ചേർക്കരുതെന്ന് ഇല്ലേ, പറയുന്നില്ലേ, മായം ചേർക്കരുത്, ഇത് ഇങ്ങനെ തന്നെ നിൻ്റെ കയ്യിൽ വച്ചു പോകണം എന്നാണ് മകനെന്ന് അസംശയം, മറ്റവരുടെ മകനാണ് ചോദിക്കുന്നത്. അപ്പോൾ സംഘർഷത്തിൻ്റെ കാരണം മനസ്സിലാണോ ഉണ്ടായത്? സമൂഹത്തിൽ നിന്നും അടിച്ചേൽപ്പിച്ച വ്യത്യസ്ത കാരണങ്ങൾ അവിടെയാണ് ഇതുണ്ട്. ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് പലപ്പോഴും അവൻ്റെ അപ്രത്യക്ഷമായ കഥകളിൽ കൂടെയാണ്. അപ്പം നമ്മളിവിടെ വാസ്തവത്തിൽ ചെയ്തു നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൃതികളെല്ലാം തന്നെ സാറ് പറഞ്ഞതുപോലെ മനസ്സുമായി ബന്ധപ്പെടുന്നു. പക്ഷേ ഇത് വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്, ഞാൻ നിങ്ങളോട് എൻ്റെ എക്സ്പീരിയൻസിൽ പറയുന്നത്, മനസ്സെന്ന് പറയുന്നത് വാസ്തവത്തിൽ നമ്മളിപ്പോൾ ഇവരൊക്കെ സൈക്യാട്രിയിൽ ഒരുപാട് ബോഡി അനാട്ടമിയൊക്കെ പഠിച്ചു. ക്യാൻ യു ഷോ മീ വേർ ദ മൈൻഡ് ലൊക്കേറ്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റുന്നില്ല. പക്ഷെ ഉണ്ട്, നമുക്കറിയാം. ഇപ്പോൾ നിങ്ങൾക്ക് എന്നെക്കുറിച്ച് എന്താ ധാരണയെന്ന് എനിക്കറിയില്ല, എന്നെ വിളിച്ച അപർണയ്ക്ക് എന്താ ധാരണയെന്ന് എനിക്കറിയില്ല. ബട്ട് അവളുടെ മനസ്സിൽ അതുണ്ട്, ഇല്ലേ? കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തൊട്ട് കണ്ടോണ്ട് എന്നെക്കുറിച്ച് എന്തെങ്കിലും കാണും, അത് നല്ലതോ ചീത്തയോ. പക്ഷെ അവൾക്ക് അവളുടെ മനസ്സിനെ അറിയാമെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കുന്നു, അപർണയാണോ വലുത്, അവളുടെ മനസ്സാണോ വലുത്? ഒരു ചോദ്യം. മനസ്സാണോ വലുത്, നമ്മളാണോ വലുത്? സാറെന്ത് പറയും? ഇവർക്കൊക്കെ ഭയങ്കര കാര്യങ്ങളുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ
ഞാനാണ് വലുത്. മനസ്സിന്റെ ആത്മബോധമാണ് ഞാൻ. എനിക്കറിയാം എൻ്റെ മനസ്സിൽ എന്താണ് നടക്കുന്നതെന്ന്. ബാക്കിയൊന്നും നിങ്ങൾ നോക്കണ്ട. നമ്മുടെ മനസ്സിൽ നടക്കുന്നത് നമുക്കറിയാം. അപ്പോൾ അതിനെ പോടാ നിൻ്റെ ഇങ്ങനല്ല ചിന്തിക്കാൻ പോകുന്നത് എന്ന് പറയുന്നു. ഒരു നായെ നമ്മൾ വഴി കാണുമ്പോൾ അത് നമ്മുടെ അടുക്ക കുറച്ചുകൊണ്ട് വരും ഇല്ലേ? നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഞങ്ങളൊക്കെ നടക്കാൻ പോകുമ്പോൾ ഇത്ര ഒരു വടിയും കൊണ്ടൊക്കെ പോകും. ആക്കി കഴിഞ്ഞാൽ ഞാൻ തട്ടാൻ നോക്കി ആ വിചാരം, അതല്ലേ വിചാരം എന്നാണ് പറഞ്ഞത്. പക്ഷേ ദാറ്റ് ഗിവ്സ് കോൺഫിഡൻസ്. എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് എൻ്റെ കയ്യിൽ ഇതുണ്ടാകും. അപ്പോൾ അത് ഉയർത്തി വെട്ടുമ്പം അത് ഓടും. കുറച്ച് കഴിയുമ്പോൾ അവിടെ ചെന്ന് തിരിഞ്ഞു നോക്കും ഇല്ലേ? നമ്മളിങ്ങനെ ഒന്ന് കാണിക്കും, വീണ്ടും ഓടും. ആദ്യമേ ഒരെണ്ണം നല്ലത് കൊടുത്താലോ? അനാവശ്യ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പം നമ്മൾ ആരാണെന്നും നമുക്ക് സമൂഹത്തിലുള്ള സ്ഥാനം എന്താണെന്നും മനസ്സിലാക്കി ഇത്തരം പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അവർക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മൾ ഇതിൽ നിന്നും മാറാൻ ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേ എനിക്ക് പറയാനുള്ളൂ. കാരണം നിങ്ങളുടെ സാഹിത്യ ചർച്ച പോലെ സൗകര്യമായ ഭാഷയോ അതൊന്നും എനിക്ക് പറ്റില്ല. ഇത്തരം മനസ്സാന്നിധ്യം ഉണ്ടാകാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ നോവലുകൾ സഹായിക്കട്ടെ, ഇത്തരം ചർച്ചകൾ സഹായിക്കട്ടെ. നിർത്തുന്നു. നന്ദി, നമസ്കാരം.